യാക്കോബായ സഭ പള്ളികളുടെ ഭരണം കൈമാറണമെന്ന് സുപ്രീം കോടതി രണ്ടാഴ്ചയ്ക്കകം സത്യവാങ്മൂലം നൽകണം. പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണമെന്ന വിധി അന്തിമമാണെന്നും സുപ്രീം കോടതി പറയുന്നു. 6 പള്ളികൾ ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് ഹൈക്കോടതി കോടതിയലക്ഷ്യ നടപടി സ്വീകരിച്ചതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് നിർദ്ദേശം. ഷപ്ന, ഇതിനു മുൻപും കോടതി ഇത്തരത്തിൽ ഉത്തരവുകളിടും. ഈ പള്ളി ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അവിടെ പ്രതിഷേധവുമായി വിശ്വാസികളെത്തും. പോലീസിന് മടങ്ങേണ്ടി വരുന്നു. ഈ കാഴ്ചകൾ സ്ഥിരമായി ഈ സംഭവത്തിൽ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് കോടതിയിൽ നടന്ന എന്താണ്? സഭയ്ക്ക് കോടതി കൊടുക്കുന്ന അന്ത്യശാസനം എങ്ങനെയാണ്? സേതുലക്ഷ്മി ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളിത്തർക്കത്തെ തുടർന്ന് ഹൈക്കോടതി സ്വീകരിച്ച കോടതിയലക്ഷ്യ നടപടിക്കെതിരെ സർക്കാരും യാക്കോബായ സഭയും നൽകിയ അപ്പീലുകളാണ് സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചത്. എറണാകുളം, പാലക്കാട് ജില്ലകളിലെ 6 പള്ളികൾ ജില്ലാ കളക്ടർമാർ ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് ഇത്തരത്തിൽ സർക്കാർ അപ്പീൽ നൽകിയത്. ഓർത്തഡോക്സ് സഭയ്ക്ക് ആരാധനയ്ക്കുള്ള സൗകര്യവും ഒരുക്കണമെന്നും സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്കൂളുകൾ, അതുപോലെ ശ്മശാനങ്ങൾ ഉൾപ്പെടെയുള്ള പൊതുവായ സൗകര്യങ്ങൾ തുറന്നു നൽകുന്ന കാര്യത്തിൽ 2 ആഴ്ചക്കകം യാക്കോബായ സഭ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരോട് ഹൈക്കോടതി നേരിട്ട് ഹാജരാകണം എന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇത്തരത്തിൽ ഹാജരാകേണ്ടതില്ല എന്ന ഇളവ് സുപ്രീം കോടതി നീട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആത്യന്തികമായി ഇതൊരു ആരാധനാലയമാണ്. 1934 ഭരണഘടന അനുസരിച്ച് പള്ളികളുടെ ഉടമസ്ഥാവകാശം ആർക്കെന്ന് വ്യക്തതയുണ്ട്. യാക്കോബായ സഭ സുപ്രീം കോടതി വിധിയെ മാനിക്കണം തുടങ്ങിയ കാര്യങ്ങളും ഇന്ന് കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പോലീസിനെ നിയോഗിക്കുന്നതിലൂടെ സാഹചര്യം സങ്കീർണമാക്കും. സാമ്പത്തിക ഭരണകാര്യങ്ങൾ കൂടി ഏറ്റെടുക്കാൻ സർക്കാരിനോട് നിർദ്ദേശിച്ച എന്ത് സംഭവിക്കും എന്നുമായിരുന്നു കോടതി ഇന്ന് ചോദിച്ചത്. നീതി നടപ്പാക്കാനുള്ള കോടതിയുടെ ചുമതല എതിർകക്ഷികൾ മനസ്സിലാക്കും എന്നാണ് കരുതുന്നത്. പള്ളികൾ ഏറ്റെടുക്കുക എന്നാൽ എല്ലാ ഭരണകാര്യങ്ങളും ഏറ്റെടുക്കുക എന്നതാണ് അർത്ഥമെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു. ഉത്തരവ് നടപ്പാക്കാൻ യാക്കോബായ സഭ സഹകരിക്കാത്തത് എന്താണ് എന്നും സുപ്രീം കോടതി ഇന്ന് ചോദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കാനായി നീതി തേടി എവിടെ പോകും എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. യാക്കോബായ സഭയും സർക്കാരും പ്രഥമദൃഷ്ട്യാ കോടതിയലക്ഷ്യം പ്രവർത്തിച്ചു. പള്ളികൾ ഓർത്തഡോക്സ് സഭയ്ക്ക് വിട്ടു നൽകണമെന്ന വിധി അന്തിമമാണ് എന്നും സുപ്രീം കോടതി ഇന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ശരി ഷപ്ന.